ഇന്ന് വൈകിട്ട് ചായയുടെ കൂടെ ബജ്ജിയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ. ഏട്ടൻ പുറത്തുനിന്ന് പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാ. മക്കൾക്ക് അതൊക്കെ കൊടുത്തിട്ട് ഞാനങ്ങ് മുറ്റം തൂക്കാൻ ഇറങ്ങിയേ. കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു മുറ്റമൊക്കെ തൂത്തിട്ട്. ഞാൻ ഇന്ന് മിക്ക ദിവസങ്ങളിലും വൈകിട്ടാണ് തൂക്കുന്നത്. ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് അത് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് ദാണ്ടെ സപ്പോർട്ടയാണ് ഞങ്ങളുടെ. ഇത് മരമൊന്നും ആയിട്ടില്ല കേട്ടോ. ഒരു കുഞ്ഞു തൈ ഇത്ര ചെറുതിലേ കായ്ച്ച് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഇത് ഞാൻ എന്നും വന്ന് നോക്കും ഇത് വിളഞ്ഞിട്ടുണ്ടോ എന്ന്. നമ്മൾ ഇതിന്റെ കൂടെ തന്നെ വാങ്ങിച്ചതാണ് ഈ ആപ്പിൾ ചെറി. ഇതിനകത്ത് നിറച്ച് കായ ഉണ്ടായിരുന്നു. ഇപ്പൊ മഴ ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഇല്ലാത്തത്. ഇതാണെങ്കിൽ നല്ല ബ്ലഡിന്റെ നിറവാണ്. ഇതെല്ലാം നോക്കി നിന്നപ്പോഴാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞത് ഇവിടെ ഒരു വാഴ കൊലച്ച് നിൽക്കുന്നത് അത് പഴുത്ത് നിൽക്കുവാണെന്ന്. പിന്നെ ഞാനും ഏട്ടനും കൂടെ പോയി അതെല്ലാം വെട്ടിയെടുത്തു. അതിന്റെ കൂടെ ഒരു വാഴയും കൂടെ കൊലച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിന്റെ കൂമ്പൂടെ അങ്ങ് ഒടിച്ചെടുത്തു. നാളെ ഇനി ഇതൊരു തോരനാക്കാമല്ലോ. പുറത്തെ പണികളെല്ലാം കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ടാണ് വന്നത്. കാരണം രാവിലെ ഏട്ടൻ കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. ഞാനാണെങ്കിൽ ഇങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം ഈ ഇതുപോലുള്ള ബോക്സുകളിലാണ് ഇട്ട് വെക്കുന്നത്. പിന്നെ ഞാൻ ഈ തക്കാളിയും പച്ചമുളകും ഒക്കെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിനകത്തും മഞ്ഞപ്പൊടിക്കകത്തും ഒക്കെ ഇട്ട് വെച്ചിട്ടാണ് എടുക്കുന്നത്. എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടുമല്ലോ. ഇത് പിന്നെ ഈ വീട്ടിലെ ഏറ്റവും ആവശ്യമുള്ള ഒരു വസ്തുവാണ്. എത്ര വാങ്ങിച്ചാലും ഇതിവിടെ മുഴുക്കില്ല. വേറൊന്നുമല്ല ടിഷ്യൂ ആണേ. എനിക്കാണെങ്കിലുണ്ടല്ലോ എന്തെടുത്താലും പെട്ടെന്ന് കൈ കഴുകണം. അപ്പോൾ പിന്നെ ടിഷ്യൂ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോയി അതിനകത്തങ്ങ് തുടയ്ക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.